മാഗ്നറ്റിക് ഫീൽഡിൽ L ലെങ്ത്തുള്ള ഒരു കണ്ടക്ടറിനെ വെച്ചിട്ടുണ്ട്. പിന്നീട് അതിൻ്റെ ഒരു എൻഡിനെ ഫിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ റോഡിനെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്. ഒമേഗ എന്ന ആംഗുലർ വെലോസിറ്റിയിൽ റോഡിനുണ്ടാവുന്ന ഈ കറക്കം കാരണം റോഡിൻ്റെ രണ്ട് എൻഡുകൾക്കിടയിലുമായി ഉണ്ടാവുന്ന ഇൻഡ്യൂസ്ഡ് EMF ആണ് ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. ഒരു കണ്ടക്ടിംഗ് റോഡിനെ V എന്ന വെലോസിറ്റിയിൽ മാഗ്നറ്റിക് ഫീൽഡിൽ ചലിപ്പിക്കുമ്പോൾ കണ്ടക്ടിംഗ് റോഡിലുള്ള ഇലക്ട്രോൺസിനെ ലോറൻസ് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നു. ഈ ഫോഴ്സിന്റെ ഡയറക്ഷൻ V ക്രോസ് B എന്ന വെക്ടറിന്റെ ഡയറക്ഷനിലായിരിക്കും വരുന്നത്. ഇവിടെ വെലോസിറ്റിയുടെയും മാഗ്നറ്റിക് ഫീൽഡിന്റെയും ഡയറക്ഷനാണ് തന്നിട്ടുള്ളത്. V ക്രോസ് ബിയുടെ ഡയറക്ഷൻ കാണാനായി നിങ്ങളുടെ റൈറ്റ് ഹാൻഡിലെ 4 വിരലുകളെ Vയിൽ നിന്ന് Bയിലേക്ക് ഈ രീതിയിൽ മടക്കുമ്പോൾ നിങ്ങളുടെ തമ്പ് പോയിന്റ് ചെയ്യുന്നത് V ക്രോസ് ബിയുടെ ഡയറക്ഷനിലേക്കായിരിക്കും. അതായത് ഫോഴ്സ് ഡയറക്റ്റ് ചെയ്യുന്നത് ലെഫ്റ്റ് സൈഡിലേക്കാണ് എന്നാണ് തമ്പ് കാണിക്കുന്നത്. ഇതൊരു പോസിറ്റീവ് ചാർജിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിന്റെ ഡയറക്ഷനാണ്. എന്നാൽ നമുക്ക് ഇവിടെ ഇലക്ട്രോൺസ് ആയതിനാൽ ഫോഴ്സിന്റെ ഡയറക്ഷൻ റൈറ്റ് സൈഡിലേക്കായിരിക്കും വരുന്നത്. ഇത് ഇലക്ട്രോൺസ് റൈറ്റ് സൈഡിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാനും ലെഫ്റ്റ് സൈഡിൽ പോസിറ്റീവ് ചാർജ് ഫോം ചെയ്യാനും കാരണമാവുന്നു. കണ്ടക്ടറിന്റെ ചലനം കാരണം ഇത്തരത്തിൽ രൂപപ്പെടുന്ന EMFനെയാണ് മോഷണൽ EMF എന്ന് വിളിക്കുന്നത്. ഇവിടെ മാഗ്നറ്റിക് ഫീൽഡിൽ റോഡ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ റോഡിന് അക്രോസും ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് രൂപപ്പെടുന്നുണ്ട്. നേരത്തെ പറഞ്ഞ കേസിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ റോഡ് റൊട്ടേറ്റ് ചെയ്യുന്ന കാരണത്താൽ റോഡിന്റെ ഡിഫറെന്റ് പാർട്സിന് ഡിഫറെന്റ് വെലോസിറ്റി ആയിരിക്കും. സെന്ററിൽ നിന്ന് ദൂരേക്ക് പോകുന്തോറും വെലോസിറ്റി കൂടുകയാണ് ചെയ്യുന്നത്. ഓരോ പാർട്ടിനും ഒരു നിശ്ചിത വെലോസിറ്റി ഉള്ളതിനാൽ ഓരോ പാർട്ടിന് അക്രോസും വ്യത്യസ്ത EMF രൂപപ്പെടുന്നുണ്ട്. ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് എൻറ്റയർ റോഡിന് അക്രോസുള്ള EMF ലഭിക്കുന്നു. സെന്ററിൽ നിന്ന് x ഡിസ്റ്റൻസ് അകലത്തിൽ dx ലെങ്ത് ഉള്ള ഒരു പാർട്ടിനെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇങ്ങനെയായിരിക്കും അതിന് അക്രോസുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് വരുന്നത്. ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് കോൺസ്റ്റന്റ് ആയതിനാൽ അതിനെ പുറത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഓരോ പാർട്ടിന്റെയും വെലോസിറ്റി ഡിഫറെന്റ് ആണ്. ഒരു റൊട്ടേറ്റിംഗ് ഒബ്ജക്റ്റിന്റെ ലീനിയർ വെലോസിറ്റിയും ആംഗുലർ വെലോസിറ്റിയും ഇങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഇവിടെ dx എന്ന സെഗ്മെന്റിന്റെ കേസിൽ റേഡിയസ് x ആയതിനാൽ വെലോസിറ്റിക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ ലഭിക്കുന്നു. ഇവിടെ ഒമേഗ ഒരു കോൺസ്റ്റന്റ് ആയതിനാൽ അതിനെ പുറത്തെടുത്തതിന് ശേഷം നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് റോഡിന് അക്രോസ് ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസിന് ഇങ്ങനെ ഒരു ഇക്വേഷൻ ലഭിക്കുന്നു. എന്നാൽ ഒമേഗ എന്ന വെലോസിറ്റിയിൽ r എന്ന റേഡിയസുള്ള ഡിസ്ക് ആണ് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ ഈ ഡിസ്കിന്റെ ഓരോ റേഡിയൽ പീസിനെയും നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവയിലെല്ലാം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത റൊട്ടേറ്റിംഗ് റോഡിന് സമാനമായി സിമിലർ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നു. അതായത് ഡിസ്കിന്റെ സെന്ററിനും ഡിസ്കിന്റെ എഡ്ജിലെ ഏതൊരു പോയിന്റിനും ഇടയ്ക്ക് വരുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് b ഒമേഗ r² ഡിവൈഡഡ് ബൈ 2 ആയിരിക്കും. ഒരു പെർട്ടിക്കുലർ റേഡിയസ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എല്ലാ പോയിന്റിലും വരുന്ന പൊട്ടൻഷ്യൽ സെയിം ആയിരിക്കും. ഓരോ പീസിലും ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് രൂപപ്പെടുന്നതിനാൽ നമുക്ക് ഇവയെ പാരലലായി കണക്ട് ചെയ്യപ്പെട്ട ബാറ്ററിയായി പരിഗണിച്ചാൽ അവയുടെ പൊട്ടൻഷ്യൽ ആഡ് ചെയ്യപ്പെടാതെ അത് സെയിം ആയി തന്നെ വരുന്നതായിട്ട് കാണാൻ സാധിക്കും.